നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം രാവിലെയാണ് കുവൈത്തിനെ നടുക്കി മലയാളി നഴ്സ് ദമ്പതികളുടെ മരണം പുറലോകം അറിയുന്നത്. അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിന് സമീപമുള്ള ഫ്ളാറ്റിലാണ് മലയാളി നഴ്സ് ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത്. എറണാകുളം സ്വദേശികളായ സൂരജ് ബിൻസി ദമ്പതികളാണ് മരണപ്പെട്ടിരിക്കുന്നത്. രണ്ടുപേരും കുവൈറ്റിലെ ആരോഗ്യ മന്ത്രാലയത്തിലെ ജീവനക്കാരായിരുന്നു. ഇവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ ബന്ധുക്കളും സഹപ്രവർത്തകരും ഒക്കെ നടുങ്ങുന്ന ഒരു കാഴ്ചയാണ് സംഭവിച്ചത്. എന്താണ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ? ശരിക്കും ഇവര് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറാൻ എല്ലാം സജ്ജമായിരിക്കുകയാണ് ഇത്തരത്തിലൊരു മരണം ഉണ്ടായിരിക്കുന്നത്. ആദ്യം വന്ന വിവരം പരസ്പരം ഇവർ കുത്തി മരിച്ചു എന്നാണ്. പിന്നീടാണ് എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒരു നിഗമനത്തിൽ അന്വേഷണ സംഘം എത്തിച്ചേർന്നത്. ഈ 4 ദിവസം മുൻപ് ഈ ബിൻസിയും ഭർത്താവ് സൂരജും മക്കളെ നാട്ടിൽ നിർത്തി തിരിച്ചു കുവൈറ്റിലെത്തിയായിരുന്നു. മക്കള് നാട്ടിലാണ്. ഈ കീഴിലത്തിന് സമീപത്തുള്ള കുന്നുക്കുരുടിയിലായിരുന്നു ഈ കുടുംബം ആദ്യം താമസിച്ചിരുന്നത്. പിന്നീടാണ് ഇവര് ഈ കീഴിലത്തേക്ക് മാറി താമസിച്ചത്. ഇവർക്ക് 7, 4 വയസ്സുള്ള 2 കുട്ടികളുണ്ട്. ഇരുവരും തമ്മിൽ എപ്പോഴും പലപ്പോഴും കലഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് കുവൈറ്റിലെ അയൽ വീട്ടുകാർ പറയുന്നത്. അവിടെ ശബ്ദം കേൾക്കുന്നുണ്ട്, ഇവര് വഴിയിൽ നിന്ന് വഴക്കൂടുന്നത് ഈ അയൽക്കാർ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇന്നലെ, അതായത് ഈ മരണം നടക്കുന്നതിന് മുൻപും ഇവര് രണ്ടുപേരും വഴിയിൽ വെച്ച് വഴക്കുണ്ടായി എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈജിപ്തുകാരനായ ഒരു കെയർ ടേക്കർ ഉണ്ട്. അദ്ദേഹം വന്ന് ഇവരുടെ ഫ്ലാറ്റ് വാതിൽ തുറന്നപ്പോഴാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത്. രണ്ടുപേരുടെയും കൈവശം കത്തി ഉണ്ടായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെയാണ് രണ്ടുപേരെയും കൈവശം കത്തി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആദ്യം ഇത് പരസ്പരം കുത്തി മരിച്ചതായിരിക്കും എന്നൊരു നിഗമനത്തിൽ വന്നത്. ഇരുവരും നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ ഫ്ലാറ്റിലെത്തിയതാണ് എന്നാണ് സുഹൃത്തുക്കൾ പറഞ്ഞത്. അതിനുശേഷമായിരിക്കും തർക്കം ഉണ്ടാവുന്നതും അപ്പോ ഈ ഒരു കൊലപാതകം അല്ലെങ്കിൽ മരണം ആ രീതിയിലേക്ക് എത്തിയത്. അതെ, ഈ പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ഈ ബിൻസിയുടെ മൃതദേഹം കഴുത്തറുത്ത നിലയിലാണ് കാണപ്പെട്ടത്. അപ്പം ഹാളിൽ രക്തം തളം കെട്ടിയ നിലയിലൊക്കെയായിരുന്നു. അപ്പോൾ ഭാര്യയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഭർത്താവ് സൂരജ് ആത്മഹത്യ ചെയ്തുവെന്നാണ് പോലീസിന്റെ നിഗമനം. ഈ സംഭവ ദിവസം രാത്രി ഈ ദമ്പതികളുടെ ഫ്ളാറ്റിൽ നിന്ന് ഇവർ രണ്ടുപേരും കൂടെ വഴക്കിടുന്ന ശബ്ദം കേട്ടതായിട്ടാണ് അയൽക്കാർക്ക് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഈ ബിൻസിയുടെ ശബ്ദം ഉച്ചത്തിലുള്ള നിലവിളിയായിട്ടാണ് പുറത്തേക്ക് വന്നത്. പക്ഷെ ഫ്ളാറ്റ് അടച്ചിരുന്നത് കൊണ്ട് തന്നെ ഇവർക്കാർക്കും ഇടപെടാൻ സാധിക്കുന്ന ഒരു അവസ്ഥയായിരുന്നില്ല. പിന്നീട് ഫ്ളാറ്റിൽ നിന്ന് ഈ നിലവിളി കേട്ടതിനെ തുടർന്ന് അയൽക്കാർ ഈ ഫ്ളാറ്റ് സെക്യൂരിറ്റി വിവരം അറിയിക്കുകയായിരുന്നു. അപ്പോൾ ഈ വിവരം ഫ്ളാറ്റ് സെക്യൂരിറ്റി അറിയിച്ചപ്പോൾ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓപ്പറേഷൻസ് റൂമിൽ ഈ വിവരം ലഭിച്ചു. പിന്നീടാണ് ഇവര് ഫർവാനിയ പോലീസ് സ്ഥലത്തെത്തി ഈ ഒരു അന്വേഷണമൊക്കെ നടത്തിയത്. അപ്പൊ പോലീസ് എത്തി ഫ്ളാറ്റിലെ വാതിലൊക്കെ മുട്ടി. പക്ഷെ ആരും വാതിൽ തുറക്കാതെ വന്നതോടെ ഇവര് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അനുമതിയോടുകൂടി ഈ വാതിൽ തകർത്ത് പോലീസ് അകത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു. അപ്പോൾ ഈ സമയത്താണ് ഈ മൃതദേഹങ്ങളൊക്കെ ഇവർ കാണുന്നത്. പിന്നീട് പോലീസും പബ്ലിക് പ്രോസിക്യൂട്ടറും മൃതദേഹങ്ങളൊക്കെ പരിശോധിച്ചു. തുടർ നടപടികൾക്കായി ഈ അപകട സ്ഥലത്തു നിന്നുള്ള വിരലടയാളങ്ങളൊക്കെ എടുത്തു. ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമായിരിക്കും പിന്നീട് ഇനി മൃതദേഹമൊക്കെ നാട്ടിലേക്ക് എത്തുക. അപ്പൊ ദിവസങ്ങൾക്ക് മുൻപാണ് ഈ പറഞ്ഞ കീഴം സ്വദേശികളായ ബിൻസിയും ഭർത്താവ്, അതായത് കണ്ണൂർ സ്വദേശിയായ സൂരജ് മക്കളെ നാട്ടിൽ നിർത്തി വന്നത്. അതായത് ഇവർക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകണം. അപ്പൊ മക്കളുടെ പഠന ആവശ്യമായിട്ട് അവരെ നാട്ടിലേക്ക് അയക്കുകയാണ്. ഈസ്റ്ററിനോടനുബന്ധിച്ചാണ് ഇവർ നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടേക്ക് തിരിച്ചെത്തിയിട്ട് ചുരുക്കം ചില ദിവസങ്ങളായതുള്ളൂ. അപ്പൊ ഇതിനിടയ്ക്ക് ഇവർക്ക് എന്ത് പ്രശ്നമാണ് ഉണ്ടായതെന്നുള്ളത് വളരെ ഗൗരവതരമാണ്. കാരണം കുടുംബ പ്രശ്നങ്ങളാണെങ്കിൽ പോലും 2 മക്കളുടെ മുഖം ഓർക്കാതെ ഇത്തരത്തിൽ പരസ്പരം ആക്രമിച്ച് മരിക്കുക എന്നുള്ളത് ദാരുണമായ ഒരു അവസ്ഥയാണ്. ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഒരു വേർപാടിലാണ് ആ കുഞ്ഞുങ്ങൾ ഇപ്പോഴും കഴിയുന്നത്. അപ്പോ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് ആർക്കും അറിയില്ല. ഈ നാട്ടിലെ ബന്ധുക്കൾ പോലും ഞെട്ടി ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ കീഴത്തിന് സമീപത്തുള്ള കുന്നുകുരുടിയിലായിരുന്നു ഈ കുടുംബമൊക്കെ ആദ്യം താമസിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ പിന്നീടാണ് ഇവര് കീഴിലത്തേക്ക് മാറിയത്. അപ്പോൾ ഈ 7, 4 വയസ്സുള്ള 2 കുട്ടികളാണ് അനാഥരായിരിക്കുന്നത്. അപ്പൊ ഈ കുടുംബജീവിതത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും പലരും കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അത് നിയന്ത്രണാതീതമായിട്ട് അതൊരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. പരസ്പരം ആക്രമിച്ചിട്ടാണെങ്കിൽ പോലും ജയിക്കണം എന്നുള്ളൊരു മനോഭാവത്തോടു കൂടി ചിലപ്പം പറയാൻ കഴിയില്ല ആ സമയത്ത് അവരുടെ അവസ്ഥ എന്തായിരിക്കാം, അവിടെ എന്ത് തന്നെയായിരിക്കാം പ്രകോപനമാകുന്ന രീതിക്ക് മാറിയത്. കാരണം അവർ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവർ രണ്ടുപേരും ദാരുണമായി മരിക്കുന്നത്.
ഇവർ രണ്ടുപേരും അവിടുത്തെ കുവൈറ്റിലെ തന്നെ നഴ്സുമാരാണ്. അപ്പോൾ ഇത്തരം വളരെ സാമ്പത്തികമായി തന്നെ മെച്ചപ്പെട്ട് നിൽക്കുന്ന ഒരു ജീവിതം ഉണ്ടായിട്ട് പോലും ഇത്തരത്തിൽ പരസ്പരം കൊലപ്പെടുത്തി ഇല്ലാതാകുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ അത്രത്തോളം പവർഫുൾ ആയ ഒരു റീസൺ അവരിൽ ഉണ്ടായിരിക്കണം. സാമ്പത്തികം മാത്രമല്ലല്ലോ കുടുംബജീവിതത്തിലെ പ്രധാന കാര്യം. അപ്പൊ ഈ ഭാര്യയുടെ മരണം ചില സുഹൃത്തുക്കളെയൊക്കെ സൂരജ് ഫോണിൽ അറിയിച്ചതായിട്ടുള്ള ചില സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇപ്പൊ കുടുംബത്തിലെ പ്രശ്നം തന്നെയാണ് ഇത്തരത്തിലൊരു ദുരന്ത കാരണമായി മാറുന്നത് എന്ന് ഈ ഒരു വിഷയത്തോടെ മനസ്സിലാകും നമുക്ക്. കാരണം രാത്രി ഷിഫ്റ്റിന് ശേഷം തർക്കമുണ്ടായതാണ് സംശയം ഉയരുന്നത്. കാരണം ദേഷ്യത്തില് അവളെ അതായത് ബിൻസിയെ കുത്തിയിരിക്കാം, ഇത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ബന്ധുക്കൾ പോലും പുറത്ത് പറയുന്നത്. അതിൽ കഴുത്തറുത്ത നിലയിലല്ലേ ബിൻസിയുടെ മൃതദേഹം കാണുന്നത്. അപ്പോ അതൊരു കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തതാണോ എന്നൊരു സംശയവും നിലവിൽ നിലനിൽക്കുന്നുണ്ട്. അതെ. അപ്പൊ ഈ സൂരജ് കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് സുഹൃത്തുക്കളോട് പറയാണ് തന്റെ കൈകൊണ്ട് ഭാര്യ മരിച്ചു, താനും പോകുന്നതായി പറഞ്ഞതായിട്ടൊക്കെയാണ് റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നത്. പിന്നീട് ഇത് കഴിഞ്ഞിട്ട് സൂരജിന്റെ വാട്സപ്പ് പ്രൊഫൈൽ എടുക്കുന്നു, അതിൽ തന്നെ ഫോട്ടോയൊക്കെ നീക്കം ചെയ്യുന്നു. അപ്പോ ഈ ആപ്പിൽ നിന്ന് സ്റ്റാറ്റസ് ഫോട്ടോകളൊക്കെ നീക്കുകയും ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ആ സമയത്തിട്ട് അതിന്റെ സ്റ്റാറ്റസ് ചിത്രങ്ങൾ അടക്കം നീക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ചിത്രങ്ങൾ വെച്ചത് പ്രകോപനം സൃഷ്ടിച്ചിട്ടുണ്ടാകാം. അതായിരിക്കാം പ്രൊഫൈൽ ചിത്രം അടക്കം മാറ്റി, ഈ സ്റ്റാറ്റസ് ഫോട്ടോകൾ അടക്കം മാറ്റി ഇത്തരത്തിലൊരു കൃത്യം ചെയ്തത്. അപ്പോ ഈ ഓസ്ട്രേലിയയിലേക്ക് മാറാനുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഇവര് കുട്ടികളെ കൂടെ കൊണ്ട് പോകാത്തത്. അപ്പൊ അന്ന് തന്നെ ഈ സൂരജിന്റെ അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ബിൻസിയോട് സംസാരിക്കണമെന്ന് സൂരജിനോട് പറഞ്ഞു. പക്ഷെ ബിൻസി പുറത്താണെന്നായിരുന്നു ഈ സൂരജ് മറുപടിയായിട്ട് പറഞ്ഞത്. അപ്പോൾ ബിൻസിയുടെ നെഞ്ചിലും സൂരജിന്റെ കഴുത്തിനുമാണ് കുത്തേറ്റിരിക്കുന്നത്. അപ്പൊ മിക്കവാറും ഈ ബിൻസിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനിടെ ബിൻസിയുടെ കഴുത്തറുത്തപ്പോൾ തന്നെ ബിൻസി മിക്കവാറും പ്രതിരോധിച്ചതായിരിക്കാം സൂരജിന്റെ കഴുത്തിലും മുറിവേൽക്കുന്ന അവസ്ഥയിലേക്ക് മാറിയത്. അപ്പൊ 12 വർഷത്തോളമായിട്ട് ഇവര് കുവൈറ്റിലായിരുന്നു. ഈസ്റ്ററിന് തൊട്ട് മുമ്പാണ് ഇവര് അവധി ഇല്ലാത്തത് കാരണം ബിൻസി കുവൈറ്റിലേക്ക് പോയത്. പക്ഷെ ഈസ്റ്റർ കഴിഞ്ഞ ശേഷം സൂരജ് മടങ്ങിയായിരുന്നു. ഇവർക്കിടയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പരസ്പരം സ്നേഹത്തിലായിരുന്നു ഒരു ഘട്ടം വരെ. പക്ഷെ പിന്നീട് വഴക്കൂടുന്ന കാഴ്ചകളാണ് അയൽക്കാർ കാണുന്നത്. അപ്പോ എന്താണ് ഇതിനിടയിൽ ഇവര് ദാമ്പത്യ ജീവിതത്തിൽ സംഭവിച്ചത് എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. പിന്നെ ഈ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ തീരുമാനിച്ചത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും തർക്കങ്ങളാണോ, ഇനി എന്താണ് ഒരു പെട്ടെന്ന് സ്നേഹത്തോടെ ആയിരുന്ന ദമ്പതികൾക്കിടയിലേക്ക് ഒരു പ്രശ്നം വന്നത്? പ്രത്യേകിച്ച് സ്റ്റാറ്റസ് ഒക്കെ ഡിലീറ്റ് ആക്കിയത് എന്തിനാണ്, വാട്സപ്പ് DP ഒക്കെ മാറ്റിയത് എന്തിനാണ്, അല്ലെ? അതൊക്കെ ഒരു ചോദ്യം തന്നെയാണ്. അതെ. പക്ഷെ അമ്മ പറയുന്നുണ്ട്, ഈ സൂരജിന്റെ ബന്ധു പറയുന്നുണ്ട്, ഈ പ്രശ്നങ്ങളൊന്നും അതായത് ഈ സംഭവം ഇവര് വിളിക്കുന്ന സമയത്തൊന്നും ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്തൊക്കെ വളരെ സ്നേഹത്തിൽ തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷമുള്ള എന്തോ ഒരു വിഷയമാണ് ഇവരുടെ ഒരു മരണത്തിലേക്ക് നയിച്ചത്. കാരണം 3ാം ക്ലാസ്സിലും UKG പഠിക്കുന്ന കുട്ടികളാണ് ഇവർക്കുള്ളത്. അവരൊക്കെ ഒരു അനാഥമായ ഒരു അവസ്ഥയായിരിക്കുകയാണ് ഇത്തരത്തിൽ. അതായത് മാതാപിതാക്കൾ കുറച്ചു മുൻപ് വരെ ഉണ്ടായിരുന്ന കുട്ടികൾക്കാണ് ഇപ്പോൾ ആരുമില്ലാത്തൊരു അവസ്ഥ എത്തിയിരിക്കുന്നത്. ഇപ്പൊ ഇവര് വഴക്കിനിടെ ഇവര് ദമ്പതിമാർ പരസ്പരം കുത്തി മരിക്കുകയായിരുന്നു എന്നൊക്കെയായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ. അപ്പൊ മരണം സംബന്ധിച്ച് കുവൈറ്റ് പോലീസിന്റെ ഔദ്യോഗിക വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് കുടുംബം പറയുന്നത്. അപ്പൊ ഇവർ തമ്മിൽ തർക്കിക്കുന്നത് കേട്ടതായി അയൽവാസികളും പറയുന്നുണ്ട്. ഇപ്പൊ രാവിലത്തെ കെട്ടിടത്തിൽ ഈ കാവൽക്കാരൻ വന്ന് നോക്കിയപ്പോഴാണ് രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അപ്പോ തീർച്ചയായിട്ടും അതായത് ആ ഫ്ലാറ്റിലേക്ക് മറ്റാരും തന്നെ കടന്നു വന്നിട്ടില്ല. ആ ഫ്ലാറ്റിൽ ഇവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനിടയിൽ തന്നെ നിലവിളി ശബ്ദമൊക്കെ പുറത്ത് കേൾക്കുന്നുണ്ടെങ്കിലും അവർക്ക് ആർക്കും ഒന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുന്നില്ല. കാരണം ഫ്ലാറ്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. പിന്നീടാണ് ഈ കാവൽക്കാരൻ വന്നത്. കതക് തുറക്കുന്നില്ല. പിന്നെ പോലീസിൽ വിവരം അറിയിക്കുന്നു. പോലീസ് വരുന്നു, കതക് തുറന്ന് അകത്തേക്ക് കയറുന്നു. അപ്പോൾ മൃതദേഹങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ജീവൻ ഒടുക്കാനും മാത്രമായിട്ടുള്ള വിഷയം ആ ഒരു ടൈമിൽ തന്നെ ഇവർക്കിടയിൽ ഉണ്ടാവുകയാണ്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ എന്തായാലും പുറത്തു വരണം. വെള്ളിയാഴ്ച കുവൈത്തിൽ പൊതു അവധി ആയതുകൊണ്ട് തന്നെ ശനിയാഴ്ചയായിരിക്കും പോസ്റ്റ്മോർട്ടം നടക്കുമെന്നാണ് സൂചനകളൊക്കെ വരുന്നത്. തുടർന്ന് മൃതദേഹങ്ങൾ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ തന്നെ കേരളത്തിലേക്ക് എത്തിക്കും. കാരണം സൂരജിന്റെ മൂത്ത സഹോദരി സുനിത കുവൈത്തിലെ നഴ്സാണ്. അപ്പൊ ഇളയ സഹോദരി സുമി ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി നോക്കുകയാണ്. അപ്പം ഈ ബന്ധുക്കളെയും പരിചയക്കാരെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് സംഭവത്തിന് ശേഷം സൂരജ് സുഹൃത്തുക്കളെ വിളിച്ച് ഭാര്യയെ മാരകമായി പരിക്കേൽപ്പിച്ചുവെന്നും സ്വയം ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്ന് സമ്മതിച്ചതായി റിപ്പോർട്ടിലൊക്കെ പറയുന്നുണ്ട്. അതായത്
ഈ ഈ ഇത് ആരെയാണോ സൂരജ് വിളിച്ചത് അവര് മൊഴി നൽകി എന്നാണ് വിവരങ്ങൾ വരുന്നത്. മാത്രമല്ല ഇങ്ങനെ വിളിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു വാട്സപ്പ് ഡി പി മാറ്റുന്നു, സ്റ്റാറ്റസ് നീക്കുന്നു. അപ്പൊ അതാണ് ഇവിടെ ശരിക്കും ഒരു ഒരു കൺഫ്യൂഷൻ വരുന്നത്, എന്തിനങ്ങനെ ചെയ്തു എന്ന്. അപ്പോ എന്താണ് അവരെ ഇടയിലേക്ക് വന്ന പ്രശ്നം, എന്തിനാണ് ഒരു വഴക്കും, ദാമ്പത്യ ജീവിതമാകുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ ഇരുവരും സ്നേഹത്തിലായിരുന്ന വ്യക്തികൾ പെട്ടെന്നൊരു എന്താണ് അവരുടെ ഇടയിൽ സംഭവിച്ചതെന്ന ചോദ്യമൊക്കെ ബാക്കിയാവുകയാണ്. അപ്പൊ എന്തായാലും രണ്ട് കുട്ടികള്, ആ കുട്ടികളെ ഓർക്കുമ്പോൾ ശരിക്കും വിഷമം തോന്നും. കുഞ്ഞു കുട്ടികളാണ്, രണ്ടും കുഞ്ഞു കുട്ടികൾ. അപ്പോ ശരിക്കും നടക്കാൻ പാടില്ലാത്ത സംഭവമാണ് നടന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് പരസ്പര കൊലപാതകമാകാനുള്ള സാധ്യത എന്ന് ആദ്യം പറഞ്ഞുവെങ്കിലും പിന്നീട് ചിലപ്പോൾ ബിൻസിയെ കൊലപ്പെടുത്തി സൂരജ് ആത്മഹത്യ ചെയ്തതാകാമെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നെങ്കിലും ഫോറൻസിക് ഫലങ്ങൾ വരുന്നത് വരെ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. ഇപ്പം കുവൈറ്റ് പോലീസൊക്കെ ഈ സംഭവ സ്ഥലം വളഞ്ഞ് സമഗ്രമായ അന്വേഷണം നടത്തി വരികയാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പോലീസ് ഉടൻ തന്നെ പുറത്തു വിടുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പിന്നെ ഈ ഒരു വാർത്ത കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ ഒക്കെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. കാരണം അവിടെ അബ്ബാസിയ എന്ന് പറയുന്നത് മലയാളി ഒത്തിരി തിങ്ങിപ്പാർക്കുന്ന ഒരു ഇടമാണ്. അപ്പൊ അവിടെ ഇത്തരത്തിലൊരു വാർത്ത ശരിക്കും പറഞ്ഞാൽ ആ പ്രവാസികളെ ഒക്കെ ഞെട്ടിച്ചിട്ടുണ്ട്. അതായത് പ്രാദേശിക ഇന്ത്യൻ അസോസിയേഷൻ ഈ കുടുംബത്തിന്, അതായത് ദുഃഖിതരായ കുടുംബത്തിന് പിന്തുണയൊക്കെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. കേരള കോൺസുലേറ്റുമായി സഹകരിച്ച് നാട്ടിലേക്ക് ഉടൻ തന്നെ മൃതദേഹം എത്തിക്കാനുള്ള ശ്രമം ഒക്കെ അവർ നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ആ കുടുംബത്തിന് ഇത് താങ്ങാനുള്ള ഒരു കരുത്തുണ്ടാകട്ടെ. കാരണം ആ കുഞ്ഞുങ്ങൾ ഇതിനെ എങ്ങനെയായിരിക്കും ഓവർടേക്ക് ചെയ്യുക എന്നുള്ളത് ബന്ധുക്കൾ അവരെ സമീപിക്കുന്ന രീതി അനുസരിച്ചിരിക്കും. കാരണം മാതാപിതാക്കളുടെ ചേതനയേറ്റ ശരീരമാണ് അവരിനി കാണാൻ പോകുന്നത്. കുറച്ചു ദിവസങ്ങളെ ആയുള്ളൂ ഇരുവരെയും വിട്ടുപിരിഞ്ഞ് അവർ നാട്ടിലേക്ക് എത്തിയിട്ട്. അപ്പോൾ അത്രത്തോളം അടുപ്പമുള്ള മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും അത്രത്തോളം സങ്കടം അവർക്കുണ്ടാകാം. അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ധൈര്യം ദൈവം അവർക്ക് നൽകട്ടെ എന്നാണ് നമുക്ക് ഈ നിമിഷത്ത് പ്രാർത്ഥിക്കാൻ സാധിക്കുക. എന്തായാലും ഇത് സംബന്ധമായ വിവരങ്ങളൊക്കെ വരും മണിക്കൂറിൽ പുറത്തു വരും. കൂടുതൽ റിപ്പോർട്ടുകൾ നമുക്ക് ആ സമയത്ത് കാണാം.